വചനത്തോട് ചേർന്നിരിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ, അതും നമ്മൾ കുടുംബമൊന്നിച്ച്, സമൂഹമൊന്നിച്ച് ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാൻ ഉതകുന്ന ചിന്തകളും ധ്യാനവുമായി നാം 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണിന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും നമ്മെ കൊണ്ടെത്തിക്കുന്നതും കൊണ്ടെത്തിക്കേണ്ടതും സ്നേഹം എന്ന ഒരേ ഒരു നിയമത്തിലാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിലാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 7 മുതൽ 27 വരെയുള്ള ഭാഗത്തെയും ജോഷുവയുടെ പുസ്തകം 12-ാം അധ്യായം 8 മുതൽ 24 വരെയുള്ള ഭാഗത്തെയും ഊന്നി നമുക്കിതൊന്ന് വിശദമായി ചിന്തിക്കാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 17 ഇപ്രകാരം കാണുന്നു: നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു, നിയമത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു. നമുക്കിതിങ്ങനെ മാറ്റി വായിക്കാം: നീ ക്രിസ്ത്യാനിയാന്ന് വിളിക്കപ്പെടുന്നു, ക്രിസ്തീയ നിയമങ്ങൾ കേൾക്കുന്നു, ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു. നമ്മൾ ഞായറാഴ്ച ദീപവിളികൾ മുടക്കാറില്ല. വചനം വായിക്കാറുണ്ട്. വീട്ടിൽ ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും രൂപങ്ങളുണ്ട്. നൊവേനകളുണ്ട്, ധ്യാനങ്ങളുണ്ട്, ഉദാശകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാരം നടത്താറുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട്. നേർച്ചകൾ നേരാറുണ്ട്, അത് നിറവേറ്റാറുണ്ട്. നോമ്പ് നോക്കാറുണ്ട്, ദശാംശം കൊടുക്കാറുണ്ട്, പാവങ്ങളെ സഹായിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടോ? നമ്മളിതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു? ആർക്കു വേണ്ടി ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുമെന്ന് ഭയപ്പെട്ടിട്ടാവാം. അതോ സ്നേഹം കൊണ്ടാണോ? എൻ്റെ രക്ഷകനും കർത്താവുമായവനോടുള്ള സ്നേഹം, അവനെ കണ്ടുമുട്ടാനും സ്വന്തമാക്കാനും അവൻ്റെ സ്വന്തമായി ഞാൻ തീരാൻ, എന്നെ തന്നെ വിശുദ്ധീകരിക്കാനും വേണ്ടിയാണോ? എൻ്റെ ഹൃദയത്തിന് വെളിയിലേക്ക് ആരെയും മാറ്റി നിർത്താതിരിക്കാനാണോ? അങ്ങനെയാവട്ടെ, സകലതും സ്നേഹത്തിലേക്ക് വളരാനായി ചെയ്യാം. നിയമത്തെയും അതിശയിപ്പിക്കുന്ന സ്നേഹത്തിലേക്ക് ഈശോയെ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും സമൂഹാംഗങ്ങളെയും വിശുദ്ധ കൂദാശകളിലൂടെ വിശുദ്ധീകരിച്ച് അനുദിനം വളർത്തണമേ.